ആക്ഷൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ഓടി. ജഗതിച്ചേട്ടൻ മാറി. എനിക്ക് തോന്നുന്നു ഇപ്പോഴും അത് എന്താ എനിക്കത് ചെയ്തത് എങ്ങനെയാന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് വീണു മുങ്ങി താഴെ. ഞാൻ വിചാരിച്ചു ഞാൻ മരിക്കാൻ പോവാന്ന് വിചാരിച്ചു. കാരണം കുറെ നേരമായിട്ട് അടിയിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നീന്താ അറിയില്ല, കാലിട്ടടിക്കാന്നല്ലാതെ നീന്താ അറിയില്ല. പാലം കുറച്ചങ്ങ് ചെല്ലുമ്പോൾ എൻ്റെ ആണ് താഴെ ഡാമിൽ നിന്ന് വരുന്ന വെള്ളം. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ പറഞ്ഞത് 2 ആനയുടെ ഹൈറ്റിൽ പൊക്കമുണ്ട് ആ താഴ്ച. അപ്പോൾ സീനൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ ഇങ്ങനൊരു ഈ സീനിന്റെ പകുതി ഞാൻ വെള്ളത്തിലോട്ട് എടുത്ത് ചാടുന്ന കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞില്ല. ലൊക്കേഷനിൽ മറക്കാനാവാത്ത അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും എന്ന് പറയുന്ന സിനിമയിൽ ആദ്യമായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ റിസ്ക് എടുത്ത് ചെയ്തൊരു സീനാണത്. കാരണം തൊടുപുഴ ആണ് അതിൻ്റെ ലൊക്കേഷൻ. അതിൽ ജഗതിച്ചേട്ടൻ്റെ കൂടെ അമ്പിളിച്ചേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്ന ഒരു സീനാണ്. ഒരു ഹ്യൂമർ സീനാണ്. അദ്ദേഹം ചീട്ട് കളിക്കുമ്പോൾ എൻ്റെ ഒരു 100 രൂപ വാങ്ങിച്ചിട്ട് പുള്ളി ചീട്ട് കളിച്ചു. ആ കാശ് കളഞ്ഞു. പുള്ളി ആ 100 രൂപ ഞാൻ തിരിച്ചു ചോദിക്കുമ്പോൾ പുള്ളി രക്ഷപ്പെട്ട് ഓടുന്ന ഒരു സീനാണ്. ഈ സീനിൽ പുള്ളി ഓടി ഒരു തൊടുപുഴയിലൊരു പാലമുണ്ട്. ആ പാലം ഇപ്പോഴും പണി പൂർത്തിയായിട്ടില്ല. രണ്ടും 2 ഡയറക്ഷനിലാണ്. അപ്പോൾ ഈ പാലം കുറച്ചങ്ങ് ചെല്ലുമ്പോൾ എൻ്റെ ആണ് താഴെ ഡാമിൽ നിന്ന് വരുന്ന വെള്ളം. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ പറഞ്ഞത് 2 ആനയുടെ ഹൈറ്റിൽ പൊക്കമുണ്ട് ആ താഴ്ച. അപ്പോൾ സീനൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ ഇങ്ങനൊരു ഈ സീനിന്റെ പകുതി ഞാൻ വെള്ളത്തിലോട്ട് എടുത്ത് ചാടുന്ന കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞില്ല. അപ്പോഴാണ് ഫസ്റ്റ് വിനയ് സാർ എന്നെ വിളിച്ചിട്ട് ജോമ ഞാനൊരു നമ്മൾ ഇനി ഷൂട്ട് ചെയ്യുന്നത് ഈ ചീട്ട് കളിച്ചിട്ട് ജഗതിച്ചേട്ടൻ ഇങ്ങനെ ഓടുന്നു, പാലത്തിന്റെ അവിടെ നിൽക്കുന്നു, ജഗതിച്ചേട്ടൻ ഇങ്ങനെ മാറുമ്പോൾ ജോമ വെള്ളത്തിലോട്ട് ചാടുന്നു. ഇതാണ് സാധനം. അപ്പോൾ ഇതിന്റെ ആഴം എന്താണെന്നോ അല്ലെങ്കിൽ അതിന്റെ എന്തൊക്കെ റിസ്ക് വരുമെന്നോ എനിക്ക് ഒരു പിടുത്തമുണ്ടായിരുന്നില്ല. അങ്ങനെ ഫസ്റ്റ് ജഗതിച്ചേട്ടൻ ഓടുന്നു. ജഗതിച്ചേട്ടൻ അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ മാറ്റി നിർത്തി പറഞ്ഞു, മോനെ സൂക്ഷിക്കണം, കാരണം ഇവരാരും ഉണ്ടാവില്ല, സ്വന്തം തടി നീ തന്നെ നോക്കണം. കാരണം ഇവര് ഷൂട്ട് ചെയ്ത് കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പോകും, പിന്നെ നിനക്ക് നിന്റെ ആയുസ് നീ തന്നെ നോക്കണം. കാരണം എനിക്ക് ഇവിടെ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റൂല, സീൻ പെർഫെക്റ്റ് ആവുകയും വേണം. അപ്പൊ റീടേക്കിന് പോകരുത്, മാക്സിമം കറക്റ്റായിട്ട് കംഫർട്ട് ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വിനയ് സാറ് പിന്നെ വന്നു. വിനയ് സാറ് ചോദിച്ചു ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ടെൻഷനൊന്നുമില്ല, കാരണം നമുക്കറിയില്ലല്ലോ എന്താണ് ഇതിന്റെ പിന്നീടുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. ടെൻഷനൊന്നുമില്ല. അപ്പോൾ വിനയ് സാർ എന്നെ വിളിച്ചിട്ട് കൊണ്ടുപോയി ആ പാലത്തിന്റെ എൻഡിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ട്രയൽ നോക്കണോ ട്രയൽ നോക്കിയാൽ കുഴപ്പമില്ല. അങ്ങനെ ഒരു യൂണിറ്റിലെ ഒരു സന്തോഷമായിട്ട് പേരെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, പുള്ളിക്കാരനെ വെച്ചിട്ട് പുള്ളി ചാടിച്ചു. ഇത്രയുള്ള സംഭവം, ഇതാണ് സംഭവം. ചാടി അപ്പോഴേക്കും മുമ്പ് താഴത്തെ ആൾക്കാർ വരും. എനിക്കാണെങ്കിൽ നീന്തലും അറിയില്ല, ആ സമയത്ത് നീന്താനുള്ളൊരു പരിപാടി അറിയില്ല. അത് കഴിഞ്ഞിട്ട് ഈ അതിന്റെ താഴ്ചയും ഇതൊക്കെ ഞാൻ പിന്നെയാണ് അറിയണത്. എനിക്കാണെങ്കിൽ നീന്താനും അറിയില്ല. അപ്പൊ നമ്മുടെ യൂണിറ്റിലെ ആൾക്കാരൊക്കെ അവിടെ റെഡിയാണ്. ഈ സീൻ കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ജോമനപ്പൊക്കെ എടുക്കും. ഓക്കെ ശരി. അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാലത്തിന്റെ പണി പൂർത്തിയാകാത്തതുകൊണ്ട് 3 കമ്പികൾ ആ പാലത്തിന്റെ എൻഡിൽ കുറച്ചും കൂടെ തള്ളിയാണ്. അപ്പോൾ നമ്മൾ ഫോഴ്സ് ചെയ്ത് ചാടണം, അല്ലെങ്കിൽ നമ്മുടെ പുറത്ത് 3 പാടുകൾ വീഴും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചേച്ചേട്ടൻ മോനെ കറക്റ്റല്ലേ, മോനെ കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവൂ, കാരണം നമുക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, നിനക്ക് കോൺഫിഡൻസ് ചെയ്യാൻ ചേട്ടാ നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. അങ്ങനെ സീൻ വന്നു, ആക്ഷൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ഓടി. ജഗതിച്ചേട്ടൻ മാറി. എനിക്ക് തോന്നുന്നു ഇപ്പോഴും അത് എന്താ എനിക്കത് ചെയ്തത് എങ്ങനെയാന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് വീണു മുങ്ങി താഴെ. ഞാൻ വിചാരിച്ചു ഞാൻ മരിക്കാൻ പോവാന്ന് വിചാരിച്ചു. കാരണം കുറെ നേരമായിട്ട് അടിയിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നീന്താ അറിയില്ല, കാലിട്ടടിക്കാന്നല്ലാതെ നീന്താ അറിയില്ല. ഇങ്ങനെ അടിയിലോട്ട് പോകുമ്പോൾ മീനൊക്കെ എന്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ പോകണം. ഞാൻ വിചാരിച്ചു ദൈവമേ ഞാൻ എന്റെ തീർന്നു, ഇവരാരും രക്ഷിക്കാൻ വരുന്നില്ലല്ലോ. കോളൊക്കെ വന്നിങ്ങനെ പോ. അത് കഴിഞ്ഞിട്ട് ഒരു 5 സെക്കൻഡ് കഴിഞ്ഞിട്ട് ആ ഷോട്ട് എല്ലാവരും കട്ട് പറയുമ്പോൾ കുറെ പേര് 3-4 പേര് യൂണിറ്റിലെ കുറെ പേര് ചേട്ടന്മാരെന്നെ ഈ മഹാരാജാവിനെ കൊണ്ടുവരുന്ന പോലെ കൈയും കാലൊക്കെ ഇങ്ങനെ പൊക്കി. ഞാൻ കേൾക്കുന്നത് നിറഞ്ഞ കയ്യടിയാണ്, ഭയങ്കര ക്ലാപ്പ് എന്ന് പറഞ്ഞാൽ സെറ്റ് മുഴുവൻ ഭയങ്കര ക്ലാപ്പ്.
അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം ഞാൻ കരക്ക് കൊണ്ടുവന്നതിന് ശേഷം ചേട്ടൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു മോനെ ഗംഭീരമായിട്ടുണ്ട്. കാരണം നമുക്കൊക്കെ പേടിയെന്ന് പറഞ്ഞാൽ ഈ കമ്പി മോന്റെ പുറത്തു കൊള്ളൂ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിന്റെ പ്രൊഡ്യൂസർ ടോം സാറ് വന്നിട്ട് പറഞ്ഞു മോനെ താങ്ക് യു. ഞാൻ പറഞ്ഞു താങ്ക് യു എന്തിനാ സാർ, ഗംഭീരമായിട്ടുണ്ട് ഷോട്ട്, വളരെ നന്നായിട്ടുണ്ട്. ചിലപ്പോൾ ഈ ഫിലിമിലെ ഹൈലൈറ്റ് സീനായിരിക്കും ചിലപ്പോൾ, ഗംഭീരമായിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ സിനിമയുടെ തന്നെ വേറൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ബിങ് കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് എത്തി. 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് മലയാളത്തിന്റെ മഹാത്ഭുതം ജഗദീഷ് ശ്രീകുമാർ എന്നെ വിളിക്കുന്നത്. അമ്പിളിച്ചേട്ടൻ എന്നെ വിളിച്ചിട്ട് ഞാനിങ്ങനെ ജഗദീഷ് ശ്രീകുമാറാണ്, ഞാൻ ഡബ് ചെയ്ത് കഴിഞ്ഞു. സാധാരണ ഞാൻ സിനിമയിൽ ഡബ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും കൂടെ വരേണ്ടി വരും, കാരണം എന്തെങ്കിലുമൊക്കെ കൗണ്ടേഴ്സ് ഇട്ട് പോകണം. കാരണം എനിക്കിനി തിരിച്ചൊരു കൗണ്ടർ ഇടാതെ നീ കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് പോയി, നന്നായി പോകണേ, നല്ല ഭാവിയുണ്ട്, ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ, കാരണം അദ്ദേഹത്തെ പോലെ ഒരാൾ വിളിച്ച് പറയുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. എനിക്കൊക്കെ എന്താ പറയുക, ഓസ്കാർ കിട്ടിയതിന് തുല്യമാണ്. ആ ഒരു സിനിമ കൊണ്ട് എനിക്ക് വലിയൊരു അംഗീകാരമായിരുന്നു. അതാണ് എൻ്റെ ഷൂട്ടിംഗ് സെറ്റിലെ മറക്കാനാവാത്തൊരു അനുഭവം. എനിക്ക് മീരയുടെ ദുഃഖവും കൊണ്ട് 2 ഗുണങ്ങളാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ റിസ്ക്കും എനിക്ക് എന്താ പറയുക, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയൊരു ട്രോഫി ആ സിനിമയിൽ നിന്ന് തന്നെയാണ്.